ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ നമ്മൾ കുറേ ഗ്ലോബൽ ഇവൻറ്റ്സ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യയിൽ ഏതാണ്ട് ഇന്ത്യൻ റുപ്പി $1 ഇന്ത്യൻ റുപ്പി 86.60, അത് 86 രൂപ 60 പൈസയായിട്ട് ആയിരിക്കുകയാണ്. ആ രീതിയിലാണ് കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വീഴ്ചയാണ്. ഈ ഒരു ഇന്ത്യൻ കറൻസി ഈ ഒരു ഇടപ്പെട്ട കാലഘട്ടത്തെ ഇത്രമാത്രം ഒരു വീഴ്ച നേരിട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമ്പനികൾ, അതായത് കുറേ എണ്ണ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ ഡോളറിൽ തന്നെ പേയ്മെന്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില കമ്പനികളിലേക്ക് നിർണായകമായിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത് അമേരിക്കയുടെ ഭാഗത്തും യൂറോപ്യൻ സൈഡിന്റെ ഭാഗത്തും സാങ്ഷൻസ് ആ ഒരു ത്രെട്ട് പോയിട്ടുണ്ട്. റഷ്യയുടെ സൈഡിൽ നിന്ന് ഓയിൽ എടുക്കുന്ന കമ്പനികൾക്കൊക്കെ USA ഇതേപോലെ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ആ സാങ്ഷൻസിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് എല്ലാം തന്നെ ഈ ഡോളറിൽ നടത്തേണ്ട ഒരു സാഹചര്യവും, അതുപോലെ തന്നെ ഓയിൽ അമേരിക്കൻ ചേരികളിൽ നിന്ന് എടുക്കേണ്ട ഒരു നിർബന്ധത്തിലേക്കും നമ്മൾ തള്ളപ്പെട്ടിരിക്കുകയാണ്. അത് തന്നെയാണ് വാസ്തവം. ഇതിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ഏതാണ്ട് 40% ഇന്ത്യയുടെ ഓയിൽ റഷ്യ എടുത്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 7-8% കുറവ് ഇപ്പോൾ ഈ ഒരു ഇടപ്പെട്ട കാലത്ത്, ഈ ഒരു തണുപ്പ് സീസൺ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു 30% നമ്മൾ റഷ്യയെ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാങ്ഷൻസ്, ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസും അതേപോലെ അമേരിക്കയും ഏർപ്പെടുത്തിയിരിക്കുന്ന സാങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഇന്ത്യക്കുള്ളിൽ കൂട്ടാനുള്ള ഏർപ്പാട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഏതാണ്ട് നമ്മൾ $700 ബില്യൺ നമ്മുടെ ഫോറിൻ കറൻസി നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡിസംബറിൽ നമ്മളൊരു 40 മുതൽ 50 ബില്യന്റെ ഒരു ഡെഫിസിറ്റ് നേരിട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ജനുവരിയിൽ നമ്മൾ വീണ്ടും ഒരു $700 ബില്യണിലേക്ക് നമ്മൾ വീണ്ടും വന്നിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പോൾ ഒരു $70 ബില്യൺ ഇപ്പോൾ വീണ്ടും നമ്മൾ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഫോറിൻ റിസർവിൽ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് നല്ല ക്ഷീണം ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഒരു ഡോളറിന് 86.60 എന്ന് പറയുമ്പോഴത്തേക്കും ആ രീതിയിലുള്ള ഉയർച്ചയാണ്. ഇപ്പം ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പൈസ അയക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഗുണം ചെയ്യുന്ന ഏർപ്പാടാണ്. പൈസകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലോട്ട് ഇങ്ങോട്ട് അയച്ചോളും, അതായിരിക്കും നല്ലത്. കാരണം ഏതാണ്ട് 26 വരെ പോകും എന്നാണ് പറയുന്നത്. ഞാൻ കലീജ് ടൈംസ് എടുത്ത് വായിച്ചായിരുന്നു. കലീജ് ടൈംസിൽ അതിനകത്ത് പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 26 രൂപ വരെ ആവാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അതായത് ഒരു ദർഹത്തിന്, ഒരു UAE ദർഹത്തിന് 26 ഇന്ത്യൻ മണി 26 രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്നവർ പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടെങ്കിൽ തട്ടിക്കൂട്ടി അയച്ചോളൂ. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തും നിങ്ങൾ അയക്കും. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് സാലറി കിട്ടുന്നെങ്കിൽ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് എടുത്ത് നിങ്ങൾ അയക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും കാര്യം. ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ദുഃഖിക്കുന്ന വേറൊരു ടീമുണ്ട്, അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വൻ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇടിവ് രേഖപ്പെടുത്തുന്നത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. ഇതിൽ 2-3 ഫാക്ടർ ഉണ്ട് ഇതിനെ ഇമ്പാക്ട് ചെയ്യുന്ന. അതിന്റെ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ US ടാക്സ് അവർ വേരിയേഷൻസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ ടാക്സിൽ ഒരു രീതിയിലുള്ള ചേഞ്ചസും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉണ്ടാകുന്ന സാങ്ഷൻസും ഈ ഒരു ഗ്ലോബൽ സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ്. റീസെന്റ് ആണെങ്കിൽ ഈ ഒരു സാങ്ഷൻ ആണ്, അതായത് ഈ ഒരു ഓയിൽ കമ്പനികൾക്ക് മേലിൽ ഏർപ്പെടുത്തുന്ന സാങ്ഷൻ, അതിപ്പോൾ ഡോളറിലേക്ക് തന്നെ വീണ്ടും ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അമേരിക്ക ഇൻഡയറക്ട്ലി ആൻഡ് ഡയറക്ട്ലി പുഷ് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അമേരിക്ക ഒന്ന് ആഞ്ഞു പിടിച്ച് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. അപ്പൊ ഇപ്പൊ അമേരിക്കയിൽ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഫയർ. അപ്പൊ ആ ഒരു ഫയർ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആ ഫയർ അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഒരു 3 ദിവസത്തേക്കും കൂടെ നല്ല രീതിയിലുള്ള ഫയർ, അതേപോലെ കാറ്റ് തുടരാനുള്ള സാധ്യതയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ ഈ സാന്റ എന്ന് പറഞ്ഞ ഒരു കാറ്റ്, ഈ സാന്റ എന്ന് പറഞ്ഞ കാറ്റ് ഏതാണ്ട് 90 km/h ആ ഒരു സ്പീഡിലാണ് അത് വീശുന്നത്. അത് ആഞ്ഞ് വീശുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ഷൻ എപ്പോഴും മാറി മാറി പോകുന്ന അവസ്ഥയിലാണ് തീ ഇങ്ങനെ പടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 10,000 കോടിയോളം വില വരുന്ന വീടുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഏതാണ്ട് 8 ബെഡ്റൂമുള്ള വീടുകളൊക്കെ നിരുപാധികം കത്തിപ്പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ രീതിയിലുള്ള നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം 1, 2, 3, 10 അപകടമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ മില്യൺ കണക്കിന് ഡോളർ വാരിക്കൊടുത്ത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ അങ്ങനെ എളുപ്പമല്ല. അപ്പൊ ഇൻഷുറൻസ് കമ്പനികൾ നിരുപാധികം കൈമലർത്തിയ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ബൈഡൻ തന്നെയാണല്ലോ അവിടുത്തെ പ്രസിഡന്റ്. അപ്പൊ ബൈഡൻ ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, എല്ലാം സർക്കാർ ഏറ്റെടുത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ കാര്യം നടത്തുന്നുള്ളതാണ്. അപ്പൊ ഏതാണ്ട് 275 ബില്യന്റെ നഷ്ടം ഇതുവരെ കണക്കാക്കിയിട്ടുണ്ട്. അതായത് കാലിഫോർണിയയിൽ മാത്രം. ഈ ലോസ് ഏഞ്ചൽസ് അത് വേറെ. അപ്പൊ ഈ ഒരു രീതിയിൽ കാലിഫോർണിയയിൽ മാത്രം ഈ ഒരു 275 ബില്യന്റെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ 275 ബില്യന്റെ നഷ്ടം നികത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 275 ബില്യൺ തന്നെ വേണം, അല്ലേ? അതായിരിക്കും അതിന്റെ ഒരു വസ്തുത. അപ്പൊ ഇനി ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ അത് വേറെ വിഷയം. പക്ഷെ കുറച്ച് മുൻപോട്ടോ പുറകോട്ടാവാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് തന്നെയാണ് കാലിഫോർണിയയിൽ നിന്ന് വരുന്ന വിവരം. ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോ ഇൻഷുറൻസ് കമ്പനികൾ കൈമലർത്തി. ഈ ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കിങ് സിസ്റ്റം, ക്യാപിറ്റലിസം, ഇതൊക്കെ വർക്കാകുന്നത് ഒരു ചെയിൻ ഓഫ് ആക്ഷനിലൂടെയാണ്. അത് വേറൊരു വീഡിയോ തന്നെ അതിനുവേണ്ടി ഇടേണ്ടി വരും.
ഈ ഇൻഷുറൻസും ബാങ്കിങ് സെക്ടറുമായിട്ട് എന്താണ് ബന്ധം, ഈ പൈസ ബാങ്കിലിടുന്ന പൈസ വെച്ചിട്ട് ബാങ്ക് എന്താണ് ചെയ്യുന്നത്, ഇൻഷുറൻസ് കമ്പനി എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ കുറെ ഇതെല്ലാം ഒരു ചെയിൻ ഓഫ് ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധിപ്പിച്ച് കിടക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വലിയ സബ്ജക്ട് തന്നെ ഇടേണ്ടി വരും. പ്രാഥമികമായിട്ട് ഇത് മനസ്സിലാക്കുക, ഈ ഒരു തീപിടുത്ത അപകടത്തിന് ഇൻഷുറൻസ് കൊടുക്കാൻ പോകുന്നില്ല. അമേരിക്കയിലെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം പൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അതാണ് അവസ്ഥ. അപ്പൊ അതായത് ഇപ്പം ഈ ഗവൺമെന്റ് ആണല്ലോ ഇപ്പൊ ഈ ഒരു 275 ബില്യന്റെ ഈ ഒരു നഷ്ടം നികത്താന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ നികത്താൻ പോകുന്നു? തീർച്ചയായിട്ടും ഈ ഫെഡറൽ സിസ്റ്റത്തിൽ നിന്ന് പൈസ എടുക്കണം പോകുന്നത്. ഇപ്പൊ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാൻ പറ്റുമോ? അമേരിക്ക ആണല്ലോ, അവരുടെ കയ്യിലാണ് യന്ത്രമുള്ളത്. അവരങ്ങ് അച്ചടിച്ചിറക്കും. ഇനി കൂടുതൽ പണം അവർ അച്ചടിക്കും. എന്നിട്ട് ഫെഡറൽ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമ്മൾ ലോൺ എടുത്തതായിട്ടൊക്കെ അവർ വരുത്തി തീർക്കും. അതേ അവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർ ഈ കൂടുതലായിട്ട് ഇങ്ങനെ പൈസ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ കൂടും. അവിടെ മാത്രമല്ല, ആഗോളതലത്തിൽ അത് ബാധിക്കും. നമ്മുടെ വീട്ടിൽ വരെ അത് ബാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇനി സൗദിയിൽ നിന്ന് എണ്ണ മേടിക്കേണ്ടി വരും, സൗദിയെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും, മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള എണ്ണ രാജ്യങ്ങളെ ഇനി ആശ്രയിക്കേണ്ടി വരും. ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് സൗദി വില കൂട്ടാനാണ് ഇരിക്കുന്നത്. ഇവിടെ സൗദി ഓൾറെഡി തന്നെ ക്രൈസിസിലാണ്. അപ്പൊ അവര് ബാരലിന് $70 വിറ്റുകൊണ്ടിരിക്കുന്ന സൗദി $90 ആക്കും നെക്സ്റ്റ് മന്തോട് കൂടി. അത് ഓൾറെഡി തന്നെ അത് അണ്ടർ പ്രോസസ്സിലാണ്. അപ്പൊ അതിന്റെ എല്ലാം ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി ഇത് ഇന്ത്യയിൽ തൽക്കാലമാണ് കേട്ടോ. ഇന്ത്യയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല. ഇൻഫ്ലേഷൻ ഈ രീതിയിൽ ഉണ്ടാവത്തില്ല ഇന്ത്യയിൽ. പക്ഷെ വില കൂടാതെ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയാണ്. കാരണം കൂടുന്ന വില ഒരിക്കലും കുറയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതാണ് ഒരു അവസ്ഥ. കുറയ്ക്കുന്നത് ചിലപ്പോൾ 50 പൈസ ആയിരിക്കും, ചിലപ്പോൾ 1 രൂപയായിരിക്കും. കൂടുന്നത് എപ്പോഴും 2-3 ഒക്കെ കൂടും. ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ കുറച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പെർമനന്റ് ആയിട്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവത്തില്ല. 2024-25 ഫിസിക്കൽ ഇയറിൽ നമുക്ക് ഏതാണ്ട് 7% ആണ് നമ്മുടെ ഗ്രോത്ത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ആ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ 3 മാസം കൂടെ ഉണ്ട് ഈ ഒരു ഫിസിക്കൽ ഇയർ തീരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് 7% ആ ഒരു വളർച്ച, ഇന്ത്യയുടെ വളർച്ച കരുതപ്പെടുന്നത്. പക്ഷേ അടുത്ത വർഷം ഉണ്ടല്ലോ 2025-26, ആ ഫിസിക്കൽ ഇയർ സ്പെക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് 6.5% ഗ്രോത്ത് ആണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഈ വർഷത്തിനേക്കാളും ഈ വരുന്ന വർഷം കുറച്ച് കുറവായിരിക്കും, ഒരു 0.5% കുറവായിരിക്കും എന്നാണ് ഓൾറെഡി തന്നെ ഒരു പ്രൊജക്ഷൻ. അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലേഷനൊക്കെ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഫയറിനെ കുറിച്ചുള്ള കുറെ അവയർനെസ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയുന്ന ഒരു അവയർനെസ് അല്ല. അതായത് അമേരിക്കയുടെ പൊതുവെ ഇപ്പോഴത്തെ ഒരു എയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ എയർ ആണ്, ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. അതായത് ഒരു നനഞ്ഞ പേപ്പർ തീ പിടിക്കുന്നതിനും, പേപ്പർ വെള്ളത്തിലിടുന്നു, എടുത്ത് വെയിലത്ത് ഉണക്കാൻ വയ്ക്കുന്നു, എന്നിട്ട് തീ പിടിപ്പിക്കുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് തീ ഫാസ്റ്റ് ആയിട്ട് പിടിക്കും. ആ ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം കിടക്കുന്നത് USA-ൽ. അവിടുത്തെ മരം ആയിക്കോട്ടെ, അവിടുത്തെ വീടായിക്കോട്ടെ, അവിടുത്തെ എന്തൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ, അത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തീ കത്തി പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സ്പാർക്ക് ഉണ്ടായത് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് രീതിയിലും സ്പാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്പാർക്ക് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം. എന്താണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ ബൈക്ക്, ചിലർ ഇങ്ങനെ ബൈക്ക് സ്റ്റണ്ട് ചെയ്യാറുണ്ട്. ബൈക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു സ്റ്റാൻഡ് റോഡിലേക്ക് ഇട്ട് ഉരയ്ക്കുന്ന പരിപാടി ഉണ്ട്. അതിൽ നിന്നൊക്കെ ഫയർ ഇങ്ങനെ സ്പാർക്ക് ആവും. അതുപോലെ തന്നെ ഇപ്പൊ ചില ട്രാക്ടേഴ്സ് പോകുന്നുണ്ട്. ആ ട്രാക്ടേഴ്സിന്റെ പുറകിലുള്ള ആ ഒരു അയൺ റോഡ് പോലത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ തറയെ തട്ടി കിടക്കാനുള്ള സാധ്യതയുണ്ട്. JCB ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് തറയെ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ മെറ്റൽ പരമായിട്ടുള്ള സാധനങ്ങൾ റോഡിനോട് ചേർന്ന് കിടക്കുകയും അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് ഉരഞ്ഞിട്ട് ഫയർ ഉണ്ടാകുന്ന സാധ്യത, ഈ ഒരു രീതിയിലും ഫയർ ഉണ്ടായിരിക്കാം എന്നുള്ള വിലയിരുത്തലും കൂടെ അമേരിക്കയിൽ നടത്തുന്നുണ്ട്. പിന്നെ 90% ഇത് മാൻമെയ്ഡ് ഫയർ ആണെന്നാണ് അമേരിക്ക പറഞ്ഞു വരുന്നത്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിവരങ്ങൾ വരട്ടെ. അപ്പൊ ഉക്രൈനെ അമേരിക്ക വിട്ടാലും ജർമ്മനി വിടില്ല എന്നുള്ളൊരു ഉറപ്പാണ് ജർമ്മനി കൊടുത്തിരിക്കുന്നത്. RCH-155 കാറ്റഗറിയിൽ വരുന്ന ഹോവിറ്റ്സർ, ഈ ഹോവിറ്റ്സർ ജർമ്മനി, ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഹോവിറ്റ്സർ ആണ്. വീലുകൾ ഉള്ളതാണ്. ആ വീലുകൾ വെച്ച് വളരെ അനായാസം ഇത് വളരെ സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ട് ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് മെത്തേഡാണ് ഈ ഒരു ഹോവിറ്റ്സർ. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഹോവിറ്റ്സർ ആണ്. ആ ഹോവിറ്റ്സർ ഏതാണ്ട് 30+ യൂണിറ്റ് യുക്രൈന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ജർമ്മനി ഇപ്പൊ ഇതാ ഹാൻഡ് ഷേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് ആയുധങ്ങൾ ജർമ്മനി ഉക്രൈന് കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെ നാറ്റോ അല്ല, അമേരിക്കയല്ല, ആര് തഴഞ്ഞാലും ജർമ്മനി നിങ്ങളെ സഹായിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അവിടെ സ്കോൾസ് ആണെങ്കിൽ ഓൾറെഡി തന്നെ രാജിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്, മെജോറിറ്റി ഒക്കെ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യമായിട്ട് അയാൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ജർമ്മനിക്ക് കൃത്യമായിട്ടുള്ള എയിം ഉണ്ട്, റഷ്യയെ ചെറുക്കുക എന്നുള്ളതാണ്. റഷ്യ ഏതൊക്കെ രീതിയിൽ എതിർക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ജർമ്മനി എതിർക്കാൻ വേണ്ടി തന്നെയാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഉത്തര കൊറിയൻ സോൾജേഴ്സ് ഇല്ലേ, അതായത് നോർത്ത് കൊറിയ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന സോൾജേഴ്സ്, റഷ്യയാണ് അവരെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ അവർക്ക് വലിയ ലോകപരിചയമൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനകത്ത് ഇപ്പം നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്,
അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ആണ് ഈ ഉക്രൈൻ വാർഫീൽഡിൽ ഇറക്കി വിടുന്നതായിട്ടാണ് അവരുടെ രാജ്യത്ത് നിന്ന് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ആ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് ഫീൽഡ് ട്രെയിനിങ് ആണ്. അത് യഥാർത്ഥ വാർ മുഖത്ത് കിട്ടാനുള്ള ഒരു ഏറ്റവും വലിയ ഒരു ട്രെയിനിങ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് അവരെ ഈ ഒരു വാർ ഫീൽഡിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർ ഇത്രമാത്രം ഈ ഒരു നോർത്ത് കൊറിയൻ സോൾജേഴ്സ് മരിച്ചു കിടക്കാനുള്ള സാഹചര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് ഉക്രൈൻ അവരെ കൊല്ലുന്നതോ വധിക്കുന്നതോ അല്ല. ഉക്രൈൻ സേന അവരെ വളഞ്ഞു എന്ന് അറിയുമ്പോൾ തന്നെ അവർ ആത്മഹത്യ ചെയ്യാണ്. കാരണം അവരുടെ പ്രാക്ടീസ്, അവരുടെ ഒരു മിലിറ്ററി നിർദ്ദേശം, അവരുടെ ആർമി റൂൾസ് പ്രകാരം, അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് വാർ ഫീൽഡിൽ എതിരാളിയുടെ കയ്യിൽ പിടി വീണ് കഴിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്തിരിക്കണം എന്നുള്ളത് അവരുടെ ആർമിയുടെ പ്രോട്ടോകോളും പോളിസിയും അത്രേ. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ ഉക്രൈൻ സേന ഇവരെ വളയുമ്പോൾ തന്നെ ഇവർ ആത്മഹത്യ ചെയ്യുന്ന ഏർപ്പാടാണ്. അതുകൊണ്ടാണ് ഈ മഞ്ഞിന്റെ മേളിൽ ഇങ്ങനെ ഒരു വരിയായിട്ട് ഇങ്ങനെ ഡെഡ് ബോഡീസ് കിടക്കുന്നത്. ഇതെല്ലാം ഈ ഒരു നോർത്ത് കൊറിയൻ സോൾജേഴ്സ് ആണ്. അവരുടെ ഗതി എന്ന് പറഞ്ഞാൽ അതോ ഗതിയാണ്. അവർക്ക് കൃത്യമായിട്ട് ഈ ഉക്രൈൻ സേന അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ വാർ ക്യാപ്റ്റിവിറ്റീസിൽ വെക്കത്തേ ഉള്ളൂ, അല്ലാതെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് മിക്കവാറും ഈ ഒരു നോർത്ത് കൊറിയൻ സോൾജേഴ്സിന് ഇത്രമാത്രം കാഷ്വാലിറ്റി ഉണ്ടാവാനുള്ള കാരണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടിട്ടാണ് ഇവരുടെ ഒരു 4000-5000 എന്ന് പറഞ്ഞ കാഷ്വാലിറ്റി കണ്ടിട്ട് ഞെട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാർത്ത കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കിയത്. നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ഒരു പ്രോട്ടോകോൾ ആണ് അത്രേ, ആരുടെ ഈ ഒരു നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ പിടിക്കപ്പെട്ടാൽ മരിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർ സ്വമേധയാ മരിക്കുന്നതാണ്. ഇതിനകത്ത് റഷ്യയ്ക്കോ ഉക്രൈനോ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇത് പ്രശ്നം വേറെയാണ്. ഇത് പ്രശ്നം മറ്റേ കിം ജോങ് ഉന്നിന്റെ പോളിസിയാണ് അവരോട് അപ്ലൈ ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ഡീലിൽ ഹമാസ് ഈ ഒരു ഡീൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇസ്രായേലാണ് തീരുമാനം എടുക്കേണ്ടത്. ഇസ്രായേലിന്റെ ഉള്ളിലാണെങ്കിൽ അതിരൂക്ഷമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്താമർ ബെൻഗിവർ ആണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നുള്ള ഏർപ്പാടാണ്. അയാൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതിനെ അങ്ങ് നിരുപാധികം തള്ളുന്ന ഏർപ്പാടാണ്. ഈ ഒരു ഡീലിനെ ചുരുട്ടിക്കൂട്ടി ചവിറ്റുകൊട്ടയിൽ ഇടാനേ കൊള്ളാവൂ എന്നുള്ള രീതിയിലാണ് ഇത്താമർ ബെൻഗിവർ ഈ ഒരു ഡീലിനെ വിശേഷിപ്പിക്കുന്നത്. നെതന്യാഹു നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ ഈ രീതിയിലല്ലല്ലോ ചിന്തിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ഇത്താമർ ബെൻഗിവർ നാഷണൽ സെക്യൂരിറ്റി പാർട്ടിയിൽ നിന്ന് അയാൾ ഉയർത്തുന്നുണ്ടെന്നുള്ളതാണ്. അതിന്റെ കൂടെ മറ്റേ ബെസേൽ സ്മൂട്രിച്ചും കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു ഹമാസ് അംഗീകരിച്ച ഈ ഒരു ഡീലിനെ ചൊല്ലി ഇസ്രായേലിന്റെ ഉള്ളിൽ അതിരൂക്ഷമായ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു സൈഡ് ഈ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട ആ വീട്ടുകാർ കിടന്ന് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്, എങ്ങനെയും ഇത് അവസാനിപ്പിക്കുന്നു. അപ്പൊ ഹമാസ് ഒപ്പിട്ട ട്രീറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹമാസ് ഒപ്പിട്ട ട്രീറ്റി പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ആ ഡീലിൽ ഇസ്രായേൽ പ്രാഥമികമായിട്ട് 50 പാലസ്തീനിയൻ പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യും. 33 ഹോസ്റ്റേജസിനെ 6 ആഴ്ച കൊണ്ട് ഹമാസ് തിരിച്ചുവിടും. ഈ 33 ഹോസ്റ്റേജസിന് പുറമെ ഹമാസ് റിലീസ് ചെയ്യുന്ന ഓരോ ലേഡീസിനും 5 ലേഡീസ് സോൾജേഴ്സ്, ഇസ്രായേലി സോൾജേഴ്സ് നമ്മുടെ ഹമാസിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഓരോ സോൾജേഴ്സിനെയും റിലീസ് ചെയ്യുന്ന മുറയ്ക്ക് ഏതാണ്ട് ഒരു IDF ലേഡിക്ക് 30 പാലസ്തീനിയൻ പ്രിസണറിനെ വിട്ടയക്കും എന്നാണ് പറയുന്നത്. ഒരു ഇസ്രായേലി ലേഡി ബന്ദിയെ വിടുമ്പോഴത്തേക്കും 30 പാലസ്തീനിയൻ പ്രിസണേഴ്സിനെ വിട്ടയക്കും. ഇതാണ് അവർ ഹമാസിന്റെ ഒപ്പിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലുള്ളത്. പിന്നെ ഏതാണ്ട് 42 ദിവസം എടുത്തിട്ടായിരിക്കും ഈ ഒരു എൻറ്റയർ ഡീൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക എന്നുള്ളത്. ആ രീതിയിലാണ് ഈ ഒരു ഡീൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗാസയ്ക്കുള്ളിൽ ആ പറഞ്ഞ 1.5 കിലോമീറ്റർ ദൂരത്തിൽ ബഫർ സോൺ അതുണ്ടാവും. അതുപോലെ തന്നെ ഇസ്രായേൽ ഫസ്റ്റ് ഫേസ് റിലീസ് ഹമാസിൽ നിന്ന് ഉണ്ടായ പാട് തന്നെ ഇസ്രായേൽ പാർഷ്യലി ഗാസയിൽ നിന്ന് വിഡ്രോവൽ തുടങ്ങും. അങ്ങനെ വിഡ്രോവൽ തുടങ്ങുമ്പോഴത്തേക്കും ഒന്നാമത് ബോർഡറുകളിൽ നിന്ന് ഒരിക്കലും വിഡ്രോവൽ ചെയ്യില്ല. ബോർഡറുകളിൽ നിന്നും ഈ ഒരു ബഫർ സോൺ ഏരിയ അവിടെയൊക്കെ നിന്ന് വിഡ്രോവൽ ചെയ്യില്ല. പോപ്പുലേറ്റഡ് ഏരിയ, അതായത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് IDF അവരുടെ ട്രൂപ്പിനെ പിൻവലിക്കും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക്, അതായത് ഈ ടെന്റുകളിലൊക്കെ കഴിയുന്ന ജനങ്ങൾക്ക് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് വരാനും അവിടെ പിന്നെ നല്ല രീതിയിൽ ഇരിക്കുന്ന വീടുകൾ അവർക്ക് ഉപയോഗപ്പെടുത്താം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത് അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡും കൂടെ തുടങ്ങാം. അത് കൂടാഞ്ഞിട്ട് പെർ ഡേ 600 ട്രക്ക് ആ ഭാഗത്ത് എൻട്രൻസിന് വഴിയൊരുക്കി കൊടുക്കും ഇസ്രായേൽ. 600 ട്രക്ക് പെർ ഡേ എൻറ്റർ ചെയ്യാൻ. അതായത് ഇത് നോർത്ത് ഗാസ ഭാഗത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. ഈ മാപ്പിൽ നിങ്ങൾ നോക്കിക്കോ. ഇപ്പൊ ആദ്യത്തെ ഫേസിലുള്ള ഡിസ്കഷൻ നടക്കുന്നത് നോർത്ത് ഗാസ ഭാഗത്തിൽ നിന്നും IDF ട്രൂപ്പ് വിഡ്രോവൽ ചെയ്യുന്ന കാര്യമാണ്. അതായത് ജനവാസ കേന്ദ്രത്തിൽ നിന്നും IDF മാറിക്കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് നോർത്ത് ഗാസയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നോർത്ത് ഗാസ എന്ന് പറഞ്ഞാൽ നെറ്റ്സെറിയം കോറിഡോറിന്റെ ഇപ്പുറത്തെ ഇസ്രായേലിന്റെ അടുത്ത് കിടക്കുന്ന ആ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ മാപ്പിൽ ഞാൻ ആരോ മാർക്കിൽ കാണിക്കുന്ന ആ ഒരു സ്ഥലം, അവിടെയാണ് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഫസ്റ്റ് ഫേസ് ഡീൽ അവിടെയാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു 42 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കും മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. അതായത് ഡീൽ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല.
ഇസ്രായേൽ കൃത്യമായിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് സീക്രട്ട് മെസ്സേജ് കൈമാറുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ആ സീക്രട്ട് മെസ്സേജ് എന്താണെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. ഹമാസിന്റെ സുപ്രധാന ഈ ഒരു ഡീൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളും ഇസ്രായേലിന്റെ ഇന്റലിജൻസും യുഎസിന്റെ ഈ ഒരു ടീം, യുഎസിന്റെ എൻവോയ് ടീംസ്, അതായത് ഈ ഒരു ഡീലിൽ പങ്കെടുക്കുന്ന ആ ഒരു ടീമും ഖത്തറിന്റെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ്സ്, അതായത് സൗദി, UAE ഉൾപ്പെടെയുള്ള കുറെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ഇവരുടെ എല്ലാവരും കൂടെ ഒരു സംഘവും ഇവരെല്ലാവരും കൂടെ ഒരു സീക്രട്ട് മീറ്റിംഗ് ഹമാസിന്റെ ലീഡേഴ്സുമായിട്ട് നടക്കാൻ പോകുന്നു. ആ സീക്രട്ട് മീറ്റിംഗിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ നിർണായകമായിട്ടുള്ള കാര്യം വരാൻ പോകുന്നത്. ആ സീക്രട്ട് മീറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ട്രൂസ്, അതായത് ഈ ഒരു ഡീല് പ്രൊപ്പോസ് ചെയ്യപ്പെടുകയുള്ളൂ. അതുവരെ ബൈഡൻ ഇങ്ങനെ കുറച്ച് ആശ്വാസവാക്കും, ഇങ്ങനെ ഡീൽ ഇപ്പം നടക്കും, കുറച്ച് കഴിഞ്ഞ് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മിനിമം ഒരു 2-3 ദിവസങ്ങൾ കൂടെ ഇനി വേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷേ പ്രാഥമികമായിട്ട് ഹമാസ് ഈ ഒരു വിഷയം അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഹമാസിന് നല്ലൊരു ഗോൾഡൻ ടൈമാണ്. കാരണം ഈ ഹമാസിന്റെ തീവ്രവാദികളോ അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും ഇസ്രായേലിനെ തൊട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇസ്രായേലിനെ തൊടുമ്പോഴത്തേക്കും ഇതൊക്കെ കുറഞ്ഞ കാഷ്വാലിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റി അവർ മേടിച്ച് കൂട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ലെബനാനിൽ ഇറങ്ങി അടിച്ചതുപോലെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഇറങ്ങി അടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഗാസയിൽ ഒറ്റ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. ആ രീതിയിലായിരിക്കും അറ്റാക്ക്. അപ്പം ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കട്ടെ എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും ഇത്തവണ അവർ വെറുതെ വിടുന്ന പരിപാടിയില്ല, അവർ ഫുൾ സർവൈലൻസ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു താർ റോഡ്, നിങ്ങൾ ഈ റോഡ് കണ്ടോ, ഈ റോഡ് അതായത് ഈ ഒരു ബഫർ സോണിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് ഇസ്രായേൽ നിർമ്മിക്കുന്ന റോഡാണ്. ഇസ്രായേലിന്റെ പൈസ മുടക്കിയാണ് ഈ റോഡ് ഗാസയ്ക്കുള്ളിൽ നിർമ്മിക്കുന്നത്. 1.5 കിലോമീറ്റർ പരിധിയിൽ ഒറ്റൊരുത്തം വരാൻ പാടില്ല. 1.5 കിലോമീറ്റർ പരിധിയിൽ എവനെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്ത് ചെയ്യാനോ എന്തെങ്കിലും പിന്നെ തെറിയും അതൊക്കെ പറഞ്ഞുകൊണ്ട് ആ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റ ബുള്ളറ്റിൽ അങ്ങ് തീർക്കും. അതാണ്, സ്നൈപ്പർ കൊണ്ടങ്ങ് തീർക്കും. ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഈ ഗാസയിലെ ജനങ്ങളായാലും, ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൊണ്ട് റീസെറ്റിൽമെന്റ് ചെയ്യാനല്ല ഇസ്രായേൽ ഉദ്ദേശിച്ചത്. ഇസ്രായേൽ അവിടെ പാലസ്തീനികൾ ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ. എത്രയോ പാലസ്തീനികൾ ഇസ്രായേലിന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. 1948 റെസൊല്യൂഷൻ വന്നപ്പോഴത്തേക്കും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ തയ്യാറല്ല, ഞങ്ങളുടെ സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞ അവകാശം പറഞ്ഞ ആൾക്കാരെല്ലാം അതിന്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് മര്യാദയ്ക്ക് അവിടെ ഗാസയിൽ ജീവിക്കാം. പക്ഷേ ഹമാസിന് വരാനുള്ള മാർഗം ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിലൊരു നിർണായകമായിട്ടുള്ള ഈ ഒരു ഡീലിൽ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഫിലഡൽഫി കോറിഡോർ അഥവാ ഈ ഒരു റഫ ബോർഡർ, ഈജിപ്തിലേക്കുള്ള ഓപ്പണിംഗ്, അത് ഇസ്രായേൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഇസ്രായേലിന്റെ പക്കൽ തന്നെ നിലനിർത്തുന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില ഡെവലപ്മെന്റ്സ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.